ലോകത്തെ സ്പർശിക്കുക എന്ന നമ്മുടെ ഈ പ്രോഗ്രാം 32ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായ വിധത്തിൽ ഈ പ്രോഗ്രാമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്നേ ദിവസം ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ച് പ്രയോജനമെടുക്കുവാൻ ദൈവം ആകർഷിച്ചു കൊണ്ടുവന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും അവരെവിടെയായിരുന്നാലും പ്രത്യേക വിധത്തിൽ ആത്മാവിൻ്റെ എല്ലാവിധത്തിലുള്ള സ്പർശനവും അനുഗ്രഹവും അവർക്ക് ലഭിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി ആത്മാവിനോട് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴു. ഒറ്റ വിളി ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ബന്ധങ്ങളിലേക്ക് വരണമേ. അവിശ്വസ്തരായ എല്ലാ ദമ്പതികളുടെ മേലും ദൈവത്തിന്റെ തീയായി കത്തുക, കത്തുക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു ആത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ തീ പടരട്ടെ, ആത്മാവിന്റെ കാറ്റടിക്കട്ടെ. ആത്മശക്തിയാൽ ജനം മുഴുവൻ നിറയപ്പെടട്ടെ. സമൂഹങ്ങൾ നിറയട്ടെ, കുടുംബങ്ങൾ നിറയട്ടെ, യുവജനങ്ങൾ നിറയട്ടെ, ജനലക്ഷങ്ങൾ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, 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 നന്ദി, നന്ദി പരിശുദ്ധാത്മാവേ.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഞാനൊരു കഥ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരാൾ തത്തയെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ഒരു തത്തയെ വേണം, ഇച്ചിരി വർത്തമാനം പറയാൻ കഴിവുള്ള ഒരു തത്തയെ വേണം. കച്ചവടക്കാരൻ ഒരു നല്ല തത്ത നോക്കി അയാൾക്ക് കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടെ അയാൾ തത്തയുമായി വീട്ടിലേക്ക് മടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ കച്ചവടക്കാരൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾ തന്ന തത്ത കാര്യമായിട്ടൊന്നും മിണ്ടുന്നില്ല, എനിക്ക് നന്നായിട്ട് വർത്തമാനം പറയുന്നൊരു തത്തയാണ് വേണ്ടത് എന്ന്. കച്ചവടക്കാരൻ പറഞ്ഞു, അങ്ങനെ വരാൻ സാധ്യതയില്ല, ഏതായാലും ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ കൂട്ടിൽ ഒരു ഗോവണി ഉണ്ടാക്കി വയ്ക്കൂ. ഇപ്പോൾ തത്ത അതിൻ്റെ മുകളിലേക്കും താഴോട്ടൊക്കെ ഇറങ്ങുമ്പോൾ തത്തയ്ക്കൊരു ഉത്സാഹമൊക്കെ തോന്നും, തത്ത മിണ്ടും എന്ന്. അങ്ങനെ അയാൾ കൂട്ടിൽ ഒരു ഗോവണി ഉണ്ടാക്കി വെച്ചു. വീണ്ടും ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരർക്ക് ചെന്നിട്ട് ഇയാൾ പറഞ്ഞു, ഗോവണിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു, പക്ഷേ തത്ത മിണ്ടുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ കൂട്ടിൽ ഒരു കണ്ണാടി കൊണ്ടുവന്ന് വയ്ക്കൂ. തത്ത ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ വേറൊരു തത്തയെ കാണും, ഇപ്പം തത്ത മിണ്ടും എന്ന് പറഞ്ഞു. ഇയാൾ സന്തോഷത്തോടെ മടങ്ങി. വീണ്ടും 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ കച്ചവടക്കാരനൊക്കെ ചെന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഗോവണിയും കണ്ണാടിയൊക്കെ വെച്ചു, പക്ഷേ തത്ത കാര്യമായിട്ട് വർത്തമാനം പറയുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാൾ ആ കൂട്ടിലൊരു ഊഞ്ഞാലുണ്ടാക്കി വയ്ക്കൂ, തത്ത ആ ഊഞ്ഞാലിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ അതിന് വർത്തമാനം പറയാനുള്ള പ്രചോദനം ഉണ്ടാകും എന്ന്. ഏതായാലും അദ്ദേഹം കൂട്ടിലങ്ങനെ ഒരു ഊഞ്ഞാലുമൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഇയാൾ പിന്നെ ഒരിക്കലും ഈ കച്ചവടക്കാരനടുക്കൽ പരാതിയുമായിട്ട് പോയിട്ടില്ല. ദിവസങ്ങൾ മാസങ്ങളെല്ലാം കടന്നുപോയി. ഒരു ദിവസം ഈ കച്ചവടക്കാരൻ അവിചാരിതമായി ഇയാളെ കണ്ടു. കച്ചവടക്കാരൻ ഇയാളുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പരാതിയായിട്ടൊന്നും കാണുന്നില്ലല്ലോ, ഞാൻ തന്ന തത്ത നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ തന്ന തത്ത ചത്തുപോയി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വരാത്തത്. അപ്പോൾ കച്ചവടക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, തത്ത ചാകുന്നതിന് മുമ്പ് വല്ലതും പറഞ്ഞിട്ടാണോ ചത്തത് എന്ന്. അപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞു, ഉവ്വ, തത്ത ചാകാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞു, തനിക്ക് ഈ ഊഞ്ഞാലും കണ്ണാടിയും ഗോവണിയല്ലാതെ തിന്നാൻ ഒന്നുമില്ലേ തരാൻ എന്ന് ചോദിച്ചിട്ടാണ് തത്ത ചത്തത് എന്ന്. ഇവിടെ എന്താ സംഭവിച്ചത് നമുക്കറിയാം. തത്തയുടെ സുഖത്തിന് ആവശ്യമുള്ളതൊക്കെ അയാൾ കൂട്ടിൽ ഉണ്ടാക്കി കൊടുത്തു, പക്ഷേ തത്തയ്ക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ചില കുടുംബങ്ങളുടെ ചിത്രം ഇതുപോലെ തന്നെയാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും എന്നൊരിക്കൽ സംസാരിക്കാൻ വന്നത്. രണ്ടുപേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അവർ പറഞ്ഞത്, ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വഴക്കിലാണ്. വഴക്കും ചില നിമിഷങ്ങളിൽ വഴക്ക് മൂത്ത് കയ്യേറ്റം വരെ ഉണ്ടാകുന്നു. ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഈ രീതിയിലായി. ഞാൻ അവരോട് കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. ഇപ്പോൾ 2 കുട്ടികളൊക്കെ അവർക്കുണ്ട്. ഇവർ ഗവൺമെൻറ് ജോലിക്കാരാണ്. ഈ ജോലിയും കഴിഞ്ഞ് ഇവർക്ക് ലഭിക്കുന്ന സമയം മുഴുവനും അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ്. ഭർത്താവാണെങ്കിൽ
ഒരു നല്ല അക്കൗണ്ടൻ്റ് കൂടിയാണ് അദ്ദേഹം. അടുത്തുള്ള 1-2 ബിസിനസ് സ്ഥാപനങ്ങളിൽ ജോലി കഴിഞ്ഞാൽ അവിടെ പോയി അക്കൗണ്ടെല്ലാം നേരെയാക്കി കൊടുക്കുക. രാത്രി വളരെ വൈകിയാണ് ഇയാൾ മടങ്ങുക. ഭാര്യയാണെങ്കിലും അതുപോലെ തന്നെയുള്ള ചില ജോലിയിലാണ്. എന്താണ് ഇവരുടെ പ്ലാൻ? ഇവർ രണ്ടുപേരും കൂടി നല്ല സ്നേഹത്തിലായിരുന്നു വിവാഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ. ഇവരിങ്ങനെ പ്ലാൻ ചെയ്തു, നമുക്ക് വലിയൊരു വീട് പണിയണം, പിന്നെ നമുക്ക് 2 നല്ല കാറ് വേണം, ഇപ്പോഴത്തെ കാറ് പോരാ, നല്ല കാറ് വേണം, പിന്നെ നമുക്ക് കുറച്ച് സ്ഥലം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാങ്ങിക്കണം. ഇതൊക്കെയാണ് ഇവരുടെ പദ്ധതികൾ. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് 2 പേരും കൂടി ഉള്ള സമയം മുഴുവനും ചെലവഴിച്ച് പണമുണ്ടാക്കുന്ന വ്യഗ്രതയിലാണ്. സഹോദരങ്ങളെ, ആ വ്യഗ്രതയിൽ ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ 2 കുഞ്ഞുങ്ങളൊക്കെ ആയി എങ്കിലും ഇവരാ വ്യഗ്രതയിൽ ഇവർക്ക് 2 പേർക്കും പരസ്പരം കണ്ടുമുട്ടാനോ കുറച്ച് സമയം ചെലവഴിക്കാനോ ഇവർക്കില്ല. ഇവർ കുടുംബത്തിൻ്റെ ആവശ്യം എന്ന നിലയിൽ പണമുണ്ടാക്കുക എന്ന വ്യഗ്രതയിലാണ് ഇവരായിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പരസ്പരം സ്നേഹത്തിൻ്റെ ഫീഡിങ് ഇവർ നടത്തുന്നില്ല. സ്നേഹം വിളമ്പുവാൻ, സ്നേഹം കൊടുക്കുവാൻ ഇവർ സമയം ഉപയോഗിക്കുന്നില്ല. ഇവരാ സമയം പോലും പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവരുടെ സുഖസൗകര്യത്തിന് ആവശ്യമായ പണം സമ്പാദിക്കുക. ഇത് കാരണമാണ് ഇപ്പോൾ ആ കുടുംബത്തിൽ ആരാണ് കൂടുതൽ പണമുണ്ടാക്കുന്നത്? ഇത്തരം ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ പണം, നീ ഉണ്ടാക്കിയ പണം തമ്മിൽ വഴക്കായി. അവരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വിളമ്പുവാൻ അവർ സമയം ഉപയോഗിക്കുന്നേയില്ല. സ്നേഹത്തിൻ്റെ ഫീഡിങ് അവിടെയില്ല. ഇത് പല കുടുംബങ്ങളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കുവാൻ വേണ്ടി വന്നു. ഭാര്യ ഒരു ക്രിസ്തീയ സഹോദരിയാണ്, ഭർത്താവാവട്ടെ ഒരു മുസ്ലിം സഹോദരനുമാണ്. ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. രജിസ്ട്രി വിവാഹമാണ് നടത്തിയിരിക്കുന്നത്. 3 കുട്ടികളുമുണ്ട്. ഭർത്താവിൻ്റെ അവസ്ഥ, ഭർത്താവിന് കുറേയേറെ കൂട്ടുകാരുണ്ട്. അവരുമായിട്ടെല്ലാം മദ്യപിക്കും, കിട്ടുന്ന പണമെല്ലാം അങ്ങനെ ദൂർത്തടിക്കും. കുടുംബത്തിൽ വഴക്കാണ്, പ്രശ്നങ്ങളാണ്, ഒട്ടും സ്നേഹമില്ല. അപ്പോൾ ഈ സഹോദരിയുടെ മനസ്സിൽ വളരെയധികം കുറ്റബോധമുണ്ടായി. ഞാൻ ഇങ്ങനെ ഒരാളെ എൻ്റെ മതവിശ്വാസമൊക്കെ അവഗണിച്ചുകൊണ്ട് വിവാഹം കഴിച്ചതിനാൽ ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ ഒരു നിമിഷത്തിൽ അവൾ ചിന്തിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഭർത്താവിന് പഴയതുപോലെ സ്നേഹമില്ല, അയാൾക്ക് മദ്യപിക്കണം, തോന്നിയ പോലെ ജീവിക്കണം, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കുന്ന പണമെല്ലാം കൂട്ടുകാർക്ക് വേണ്ടി അദ്ദേഹം കൊടുത്ത് കൂട്ടുകാരുടെ ഇടയിൽ അദ്ദേഹം സന്തോഷിച്ച് അങ്ങനെ കഴിയുന്നു. ഞാൻ കഴിക്കേണ്ടതായ പണം ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പണം ഒക്കെ ഇയാൾ കൊണ്ട് നശിപ്പിക്കുകയാണ്. എനിക്ക് സ്നേഹം ഒട്ടും തരുന്നുമില്ല. അങ്ങനെ സാമ്പത്തികമായ നഷ്ടം, സ്നേഹത്തിന് നഷ്ടം, ഇതൊക്കെ ഇവളങ്ങോട്ട് ഓർത്തിട്ട് ഭർത്താവിനോട് ഭയങ്കരമായ ദേഷ്യവും വഴക്കുമാണ്. ഏതായാലും പല രീതിയിൽ ഉപദേശമെല്ലാം നടത്തി പരാജയപ്പെട്ടു. അവസാനം അവൾ ആരോ പറഞ്ഞ് പ്രമാണിച്ച് ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്നു. ധ്യാനത്തിൻ്റെ 1-ാം ദിവസം അവൾ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഭർത്താവ് എത്രയോ പേരെയാണ് മദ്യം വിളമ്പി കുടിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിനെ നിനക്ക് തരികയാണ്. എൻ്റെ യേശുവേ, എൻ്റെ രക്ഷക,
നിനക്ക് മാത്രമേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ എന്നേക്കുമായി നിനക്ക് നിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ തരികയാണ്. അദ്ദേഹം ഇനി യേശുവിനെ അറിഞ്ഞ് അനേകരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷകനായി നീ എടുത്തുകൊള്ളുക. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കൊരു സുഖസൗകര്യവും വേണ്ട, നിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയാണ് അവൾ ആദ്യ ദിവസം ചെയ്തത്. രണ്ടാമത്തെ ദിവസവും അവൾ ആ പ്രാർത്ഥന തുടർന്നു. മൂന്നാം ദിവസം ഈ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, തികഞ്ഞൊരു മദ്യപാനിയാണ്. എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഈ മദ്യമെല്ലാം നിർത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു മകനായി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ ജീവിതത്തെ യേശുവിന് സമർപ്പിക്കുന്നു. അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. അയാളുടെ ഭാര്യ പോലും അറിഞ്ഞില്ല ഈ വ്യത്യാസം ഇയാൾക്ക് സംഭവിച്ചത്. പിന്നീട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭാര്യയെ വിളിപ്പിച്ചു. ഭാര്യയ്ക്ക് കർത്താവിൻ്റെ ആ വലിയ ഇടപെടൽ അവളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. അവളും പശ്ചാത്തപിച്ചു. തുടർന്ന് ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം മാമോദിസ സ്വീകരിച്ചു. ക്രിസ്തീയ മുറപ്രകാരമുള്ള വിവാഹത്തിൻ്റെ ആശീർവാദകർമ്മം സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുമൊക്കെ യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഒരു ശുശ്രൂഷകനായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. ഞാൻ ഈ സംഭവം പറഞ്ഞത്, ഈ സഹോദരി ഭർത്താവ് മദ്യപിക്കുകയും പണം നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ സഹോദരിയുടെ മനസ്സിലെ ചിന്ത, ഞാൻ തിന്നേണ്ടത് അയാൾ കണ്ടവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്, എനിക്ക് കിട്ടേണ്ടതായ സന്തോഷവും സുഖവുമെല്ലാം അയാൾ വേറെ പലർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് വന്ന നഷ്ടത്തെക്കുറിച്ചായിരുന്നു അവളുടെ പശ്ചാത്താപവും നെടുവീർപ്പുമെല്ലാം. എന്നാൽ ധ്യാനമന്ദിരത്തിൽ വന്നപ്പോൾ അവൾ യേശുവിന് സമർപ്പിക്കുകയും യേശുവിന് നഷ്ടപ്പെട്ടു പോയ ഒരാത്മാവായി തൻ്റെ ഭർത്താവിനെ കാണുകയും അങ്ങനെ യഥാർത്ഥമായ അനുതാപത്തിലേക്ക് അവൾ കടന്നു വരികയും ചെയ്തു. സഹോദരങ്ങളെ, പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള വേദനകളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പലർക്കുമുള്ള ദുഃഖം, എനിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കേണ്ടതായ പണം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വേറെ പലർക്കും കൊണ്ട് കൊടുക്കുന്നു, പല രീതിയിൽ നഷ്ടപ്പെടുത്തുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായ പണം മദ്യഷാപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഈ രീതിയിലൊക്കെ ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ അത്തരം ദുഃഖങ്ങൾക്ക് ഒരു മാനസാന്തരത്തിൻ്റെ ഫലം കുടുംബത്തിൽ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഈശോയുടെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യാത്മാവിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയും. ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആത്മീയ ബോധമുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടി ആത്മാവിനെ വീണ്ടെടുക്കുവാനുള്ള ആഗ്രഹമുണ്ടാകും. ഈ ആഗ്രഹം പ്രാർത്ഥനയിലേക്ക് നയിക്കും. ആ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നമുക്കറിയാം, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നൽകി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്ന് നമ്മൾ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് നമുക്കറിയാൻ പാടില്ല. കാരണം മനുഷ്യൻ പാപത്തിലെല്ലാം വീണതോടുകൂടി ദൈവത്തിൻ്റെ സ്വഭാവം പ്രകാശിപ്പിക്കുവാൻ അവന് സാധിക്കാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. എന്നാൽ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു.
യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. നമുക്ക് മനസ്സിലായി, ദൈവപിതാവിൻ്റെ സ്വഭാവമാണ് യേശുവിനുള്ളത്. അപ്പോൾ ദൈവപിതാവിൻ്റെ സ്വഭാവം എന്തെന്ന് അറിയാൻ നമ്മൾ മറ്റൊന്നും പരിശോധിക്കേണ്ട, ക്രിസ്തുവിൻ്റെ സ്വഭാവം പഠിച്ചാൽ മതി. എന്താണ് യേശുവിൻ്റെ സ്വഭാവം? യേശുവിൻ്റെ സ്വഭാവം തന്നെ തന്നെ നൽകിക്കൊണ്ട് സ്നേഹിക്കുക, സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുക. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവം. നാം യേശുവിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും, യേശു തൻ്റെ ജീവനും രക്തവും മാംസവും തനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ഇതാ മാനവരാശിക്ക് വേണ്ടി അവിടുന്ന് നൽകി സ്നേഹിച്ചു. അങ്ങനെ സ്വയം ദാനം ചെയ്ത് സ്നേഹിച്ചു. ഈ സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുക എന്ന കാര്യം നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ അത് ഏത് ബന്ധത്തിലാണ് നമ്മൾ കാണുക? സമൂഹത്തിൽ മാതാപിതാക്കന്മാർ മക്കൾ തമ്മിൽ ബന്ധമുണ്ട്, സാഹോദര്യ ബന്ധമുണ്ട്, സഹോദരനും സഹോദരി തമ്മിലുള്ള ബന്ധമുണ്ട്. അങ്ങനെ ഒട്ടനേകം ബന്ധങ്ങൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഈ ബന്ധത്തിൽ ഏത് ബന്ധമാണ് ഈ സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുന്ന സ്നേഹത്തെ സൂചിപ്പിക്കുന്നത്? അത് നമുക്കറിയാം, ഭാര്യാഭർത്തൃ ബന്ധമാണ്. ഭാര്യ തന്നെ ഭർത്താവിന് കൊടുത്താൽ, ഭർത്താവ് തന്നെ ഭാര്യയ്ക്ക് കൊടുത്താലേ അങ്ങനെ സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുമ്പോഴാണ് അത് ദാമ്പത്യ ബന്ധമായി മാറുക. ഭർത്താവ് കുറച്ച് പണം കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഭാര്യ കുറച്ച് ആഹാരമുണ്ടാക്കി കൊടുത്തതുകൊണ്ടോ അത് ദാമ്പത്യ ബന്ധമാകുകയില്ല. ദാമ്പത്യ ബന്ധമാകണമെങ്കിൽ തന്നെ മുഴുവനായി സ്വയം തന്നെ കൊടുത്ത് സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകണം. സഹോദരങ്ങളെ, അങ്ങനെ സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുന്ന സ്നേഹമാണ് ദമ്പതിമാരുടെ സ്നേഹം. ആ സ്നേഹമാകട്ടെ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ദമ്പതിമാർ പരസ്പരം സ്നേഹിക്കുമ്പോൾ യേശുവിൻ്റെ സ്വഭാവമാണ് അവർ പ്രകാശിപ്പിക്കുന്നത്. അതിനാൽ സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുമ്പോൾ ആ സ്വയം ദാനം മൂലം സംഭവിക്കുന്നത് സ്വാർത്ഥത പൂർണ്ണമായി ഉടഞ്ഞു പോകുന്നു എന്നതാണ്. അതുകൊണ്ട് ദമ്പതിമാരുടെ ഈ സ്നേഹം വിശുദ്ധമാണ്, അത് ദൈവികമാണ്, അത് സ്വാർത്ഥതയെ ഉടയ്ക്കുന്ന സ്നേഹമാണ്, അത് വിശുദ്ധിയിലേക്ക് വളർത്തുന്ന സ്നേഹമാണ്. നമുക്കറിയാം, വിവാഹിതരായിട്ടുള്ള വ്യക്തികൾ ആ വിവാഹം കഴിക്കുവാനായി ദേവാലയത്തിൽ വരുമ്പോൾ വിവാഹ അവസരത്തിൽ ദേവാലയത്തിൽ വായിക്കപ്പെടുന്ന ബൈബിൾ ഭാഗത്ത് അവർക്കൊരു കാര്യം കാണാൻ കഴിയും. അവിടെ ദമ്പതിമാരുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് യേശു എന്ന മണവാളൻ തൻ്റെ മണവാട്ടിയായ സഭയെ എങ്ങനെ സ്നേഹിച്ചു. ഈ സ്നേഹമാണ് ദമ്പതിമാരുടെ മുമ്പിൽ ഒരു മാതൃകയായി സഭ കൊണ്ടുവരുന്നത്. ബൈബിൾ എത്രയോ ദമ്പതിമാരുണ്ട്, അവരെ ആരെയും ഒരു മാതൃകയായി സഭ കാണിച്ചു തരുന്നില്ല. ഒരേ ഒരു മാതൃകയാണ് ഭാര്യാഭർത്താക്കന്മാരുടെ മുമ്പിൽ സഭ കാണിക്കുന്നത്. അത് യേശു എപ്രകാരം സഭയെ സ്നേഹിച്ചു, സ്വയം ദാനം ചെയ്ത് എങ്ങനെ സ്നേഹിച്ചു, ഈ സ്നേഹത്തിൻ്റെ മാതൃകയാണ് ദമ്പതിമാരുടെ മുമ്പിൽ സഭ കാണിച്ചു തരുന്നത്. സഹോദരങ്ങളെ, ഇന്ന് പല കുടുംബജീവിതങ്ങളിലും ഉണ്ടാകുന്ന തകർച്ചകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ യേശുവിൻ്റെ മാതൃകയല്ല കിടക്കുന്നത്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരിശോധിക്കണം,
ഞങ്ങളുടെ ഉള്ളിലെ മാതൃക, മോഡൽ അത് ആരാണ്? ആ മോഡലിൽ മാറ്റം വരുത്തണം. യേശുവിനെ മോഡലായി സ്വീകരിച്ചാൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. കുടുംബജീവിതത്തിൻ്റെ തെറ്റാത്ത, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ തെറ്റാത്ത മോഡലാണ് യേശുക്രിസ്തു. ഞാനൊരിക്കൽ ഓർക്കുകയാണ്, ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ്? എൻ്റെ ഭാര്യ പിണങ്ങി അവളെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ കാരണം? കാരണം എൻ്റെ കുഴപ്പം അച്ഛാ, ഞാൻ അവൾക്കിട്ട് 2 കൊടുത്തു. തല്ലിയതിന് പേരിലാണ് അവൾ പോയത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ആദ്യത്തെ തല്ലാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഇതിനു മുമ്പ് ഞാൻ തല്ലിയിട്ടുണ്ട്. അന്നെന്താ സംഭവിച്ചത്? ആദ്യമായിട്ട് അവളെ തല്ലിയപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ബഹളവും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി. അവളെ വീട്ടിൽ ഫോൺ ചെയ്ത് അറിയിച്ചു. അവളുടെ അപ്പനും അമ്മയും സഹോദരനൊക്കെ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി. ഞാൻ പിന്നെ അവരുടെ മുമ്പിൽ മാപ്പ് ചോദിച്ച് പ്രശ്നം ഒതുക്കി. ഞാൻ ചോദിച്ചു, എന്ത് മാപ്പ് മാത്രമേ പറഞ്ഞുള്ളൂ? അല്ല, ഇനി ഒരിക്കലും അവളെ തല്ലിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ടെന്താ വെച്ചാൽ കുറേ കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ അവളെ തല്ലിപ്പോയി. ഞാൻ ചോദിച്ചു, എന്നിട്ടെന്താ സംഭവിച്ചത്? അവളുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ടോ ഞാൻ പിന്നെ അവളുടെ ഇടവകയിൽ ചെന്ന് അവിടുത്തെ വികാരിച്ചനെ ചെന്ന് കണ്ട് വികാരിച്ചനെയും വിളിച്ചുകൊണ്ട് വന്ന് അവളുടെ വീട്ടിൽ ചെന്ന ശേഷം ഞാൻ വികാരിച്ചനെ സാക്ഷി നിർത്തി ഞാൻ മാപ്പ് ചോദിച്ച് ഇനി ഒരിക്കലും അവളെ തല്ലുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ കൂട്ടത്തിൽ വന്നു. എന്നിട്ടോ വീണ്ടും ഞാൻ അറിയാതെ തല്ലിപ്പോയച്ചാ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഞാനെന്താ ചെയ്തു തരേണ്ടത്? അച്ഛനൊരു ഉപകാരം ചെയ്യണം, അച്ഛൻ എൻ്റെ കൂട്ടത്തിൽ വരണം, അച്ഛൻ അവളുടെ വീട്ടിൽ വരണം, ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഒരു സത്യപ്രതിജ്ഞ കൂടി ചെയ്ത് അവളെ കൊണ്ടുവരണം. അതിനാണ് ഞാൻ വന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹം ഇനി തല്ലുകയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്തു, പക്ഷേ ഇദ്ദേഹം വീണ്ടും വീണ്ടും അവളെ തല്ലുന്നു, അതെന്തുകൊണ്ടാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, അറിയാതെ തല്ലിപ്പോകുന്നതാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇയാൾ അറിയാതെയാണ് ഭാര്യയെ തല്ലുന്നതെങ്കിൽ ഇയാൾ എത്ര സത്യപ്രതിജ്ഞ ചെയ്താലും ഇനിയും തല്ലും. ഇയാൾ അറിഞ്ഞുകൊണ്ടാണ് ഭാര്യയെ തല്ലുന്നതെങ്കിൽ ഇനി തല്ലുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തല്ലിയല്ല. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ അറിയാതെ തല്ലുന്നു എന്ന് പറഞ്ഞ കാര്യം അത് ഇയാളുടെ അബോധ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അബോധ മനസ്സിൽ കിടക്കുന്ന ഈ കാര്യത്തെ ഇദ്ദേഹം ബോധമനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ. എങ്കിൽ മാത്രമേ ഇയാൾക്ക് ഈ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ കിട്ടുകയുള്ളൂ. തുടർന്ന് ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ അറിയാതെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് ഇയാളുടെ ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ബാല്യകാലത്ത് 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നായിരിക്കണം ഈ തല്ലുന്ന കാര്യം ഇയാളുടെ മനസ്സിൽ പതിയാനിടയായത്. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ശരിയാണ്, എൻ്റെ അപ്പൻ അമ്മയെ പലപ്പോഴും തല്ലുന്നത് കൊച്ചുകാലം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, കണ്ടോ, അത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം ഈ തല്ലുന്ന അപ്പനാണ് ഇയാളുടെ മനസ്സിൽ, ഉപബോധ മനസ്സിലൊരു മാതൃകയായി വന്നു കിടക്കുന്നത്. പലപ്പോഴും ബാല്യകാലത്ത് അവരവർ വളർന്നു വരുന്ന കുടുംബ സാഹചര്യത്തിൽ മാതാപിതാക്കന്മാരുടെ ഇത്തരം ചില സ്വഭാവങ്ങൾ കുട്ടികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് ഉപബോധ മനസ്സിൽ പതിയും. പിന്നീട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ
ആ അപ്പനുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത്, അമ്മയുമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതേ സ്വഭാവം തന്നെ കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി അതിനുശേഷവും പല ആളുകളും ജീവിതത്തിൽ പലരെയും മോഡലായി സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, തെറ്റാത്ത ഒരേ ഒരു മോഡലേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കുടുംബജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ വരുമ്പോൾ നമ്മൾ പരിശോധിക്കണം, ഞാൻ ആരെയാണ് അനുകരിക്കുന്നത്, ഞാൻ ആരെപ്പോലെ ആകാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ മോഡൽ മാറ്റൂ, നമ്മുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും. സഹോദരങ്ങളെ, തന്നെ ദാനം ചെയ്തുകൊണ്ട് സ്നേഹിക്കുന്ന വിശുദ്ധമായ ജീവിതമാണ് കുടുംബജീവിതം. അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ദാനം ചെയ്യുന്നത് വഴി ഭാര്യയും ഭർത്താവും ഒന്നായിത്തീരുകയാണ്. ഈശോ പറഞ്ഞ വചനം നമുക്ക് ഓർക്കാം, നിങ്ങളിനി രണ്ടല്ല ഒന്നാണ്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. ഒന്നായിത്തീരുന്ന ബന്ധമാണത്. ദൈവം മറ്റൊരു ബന്ധത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് നോക്കിയാണ് നിങ്ങളിനി രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ബന്ധം ഏറ്റവും വലിയ ബന്ധമാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി കഴിയുമ്പോൾ ഒരു കാര്യം അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. അതുകൊണ്ട് മറ്റെല്ലാ ബന്ധങ്ങളെയും രണ്ടാം നിരയിൽ നിർത്തി വേണം കാണാൻ. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സ്ത്രീ പുരുഷന്മാർക്ക് അവരുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെ പല ബന്ധങ്ങളുമുണ്ട്. എന്നാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ ബന്ധം അതാണ് ഒന്നാം സ്ഥാനം. മറ്റെല്ലാ ബന്ധങ്ങളെയും രണ്ടാം നിരയിൽ നിർത്തി വേണം കാണാൻ. അപ്പം അതുകൊണ്ട് മാതാപിതാക്കന്മാരായിട്ടുള്ള ബന്ധമാണെങ്കിൽ പോലും അതൊരിക്കലും ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒപ്പം കൊണ്ടുവരാനായിട്ട് പാടില്ല. ചില കുടുംബങ്ങളിൽ നടക്കുന്ന ബന്ധത്തകർച്ചയുടെ ഒരു കാരണം ഇതാ, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒപ്പം അവർ ചില ബന്ധങ്ങളെ കൊണ്ടുവരുന്നു എന്നതാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നം ചർച്ച ചെയ്ത അവസരത്തിൽ നാളുകളായിട്ട് അവരുടെ ഇടയിലുണ്ടായിരുന്നൊരു വഴക്ക്, അതിന് കാരണം പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവർ തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്. ഭാര്യയും അമ്മായിയമ്മയും തമ്മിൽ വഴക്കുണ്ടായി. വഴക്കിൻ്റെ കാരണം അടുക്കളയിൽ വെച്ചിരുന്ന എന്തോ സാധനം കണ്ടില്ല എന്ന് പറഞ്ഞ് അമ്മായിയമ്മ ബഹളമുണ്ടാക്കി. വാസ്തവത്തിൽ ഇവൾ നിരപരാധിയായിരുന്നു. പക്ഷേ അമ്മായിയമ്മ ഭയങ്കരമായ രീതിയിൽ ഇവളെ കുറ്റപ്പെടുത്തി, വഴക്കുണ്ടാക്കി, ചീത്ത പറഞ്ഞ് ബഹളം വെച്ചു. ഇവൾ കരയുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഭർത്താവ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അമ്മയെ നീ എന്തിനാടി കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് പരസ്യമായി അമ്മയുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ തല്ലി. ആ ഒറ്റ സംഭവത്തോടു കൂടി ആ ബന്ധത്തിന് ഭയങ്കരമായ ഒരു തകർച്ച സംഭവിച്ചു. പിന്നീട് വളരെ ഒരു ധ്യാനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ആ ബന്ധത്തെ നേരെയാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബന്ധത്തിൻ്റെ ഒപ്പം മറ്റൊരു ബന്ധവും എടുത്തു വയ്ക്കാൻ പാടില്ല. ചിലർക്ക് സുഹൃത്തുക്കളാണ് വലുത്, അതൊരിക്കലും ഈ ബന്ധത്തിൻ്റെ ഒപ്പം കൊണ്ടുവയ്ക്കരുത്. മറ്റെല്ലാ ബന്ധങ്ങളും രണ്ടാം നിരയിൽ നിർത്തി വേണം കാണുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു
സഹോദരി എന്നോട് ഒരു സങ്കടം ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാൻ എന്നെ തന്നെ മുഴുവനായി എൻ്റെ ഭർത്താവിന് കൊടുത്തവളാണ്. ഞാൻ എൻ്റെ ഇഷ്ടമെല്ലാം ഉപേക്ഷിച്ച് എപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടം മാത്രം ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും എൻ്റെ ആഗ്രഹമോ എൻ്റെ താല്പര്യത്തിനോ ഒരു വിലയും കൊടുക്കുന്നില്ല. ആ വീട്ടിൽ ഭർത്താവിന് ഇഷ്ടം മാത്രം നടക്കണം. ഭർത്താവ് എന്ത് പറയുന്നു അത് ചെയ്തു കൊള്ളണം. എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിച്ചാൽ നോ എന്നൊരു മറുപടി ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ നാളുകളായി ഒരല്പം പോലും എനിക്ക് സ്നേഹം കിട്ടാതെ ആണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. 2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ പോലും അദ്ദേഹത്തിന് യാതൊരു പരിഗണനയും എനിക്ക് തരാറില്ല. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? നീ ഇപ്പോൾ നിന്നെ അയാൾ ഒരു വസ്തുവാക്കിയിരിക്കുകയാണ്, ഒരു ഉപയോഗ വസ്തു അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതല്ലാതെ ഈ വീട്ടിൽ നിനക്കെന്താ സ്ഥാനമുള്ളത്? ഇതങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂട്ടുകാരിയോട് അവൾ ഈ വിഷമതകളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു വിഡ്ഢിയാണ്. നീ എന്തിനാണ് അങ്ങനെ അയാളുടെ ഒരു ഉപയോഗ വസ്തുവായി ജീവിക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നീ ഡിവോഴ്സ് ചെയ്യുക, അതാണ് വേണ്ടത്. അപ്പോൾ ആ കൂട്ടുകാരിയുടെ ഉപദേശം ഇവൾക്ക് ഒരു സ്വീകാര്യമായി തോന്നി. ഇവൾ മനസ്സിൽ തീരുമാനിച്ചു, ഇയാൾ ഉപേക്ഷിക്കണം. അടുത്ത ഞായറാഴ്ച ഇവൾ പള്ളിയിൽ പോയപ്പോൾ അന്ന് വികാരിച്ചൻ ഡിവോഴ്സിനെ കുറിച്ചായിരുന്നു പ്രസംഗിച്ചത്. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ ഉള്ളിൽ ഭയങ്കരമായ കുറ്റബോധം ഉണ്ടായി. ദൈവമേ, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അവളുടെ ഉള്ളിലേക്ക് വന്നു. ഇപ്പോൾ അവൾ വല്ലാത്തൊരു ഡിലാമയിലാണ്. ഒരു വശത്ത് അവൾക്ക് തോന്നും ഉപേക്ഷിക്കണമെന്ന്, വേറെ വശത്ത് തോന്നും ഞാൻ ഉപേക്ഷിക്കാതെ ഇരുന്നാൽ ഞാനൊരു വസ്തുവായി ഇയാളുടെ സ്നേഹമില്ലാത്ത നിരവധിയായ ഒരു ക്രൂരമായ പല പ്രവർത്തനങ്ങളുടെയും ഇരയായി ഞാൻ ജീവിക്കേണ്ടി വരും. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയാൻ പാടില്ല. ഞാൻ തകർന്നു, ഞാൻ നശിച്ചു എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. വേറൊരിക്കലും ഇതുപോലെ തന്നെ ഒരു കുടുംബനാഥൻ എന്നോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്കാണ് കൂടുതൽ ശമ്പളമുള്ളത്. എൻ്റെ ജോലി പലപ്പോഴും എനിക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം നഷ്ടപ്പെടാറുണ്ട്. ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണുള്ളത്. ഏറ്റവും ഇളയ പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ 3 പെൺകുട്ടികളും അമ്മയും ഒറ്റക്കെട്ടാണ്. ഞാൻ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ 4 പേരും കൂടി എന്നെ കളിയാക്കും. എനിക്ക് ഭാഷാപരമായി കുറച്ച് വൈകല്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരാണ് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ, അറിവുള്ളവർ. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ ഫൂളാക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് വരാൻ പോലും വൈകുന്നേരം തോന്നാറില്ല. ഭാര്യയുടെ വളരെ പരിഹാസപൂർണമായ സമീപനങ്ങൾ കാരണം ഞാൻ മാനസികമായി തകർന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ഇതെല്ലാം പങ്കുവെച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നീ എന്തിനാടാ അങ്ങനെ നീ ഒരു അടിമയായി ജീവിക്കുന്നത്? നീ അവളെ ഡിവോഴ്സ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ഭാര്യ നിനക്ക്? അയാൾക്ക് തോന്നി കൂട്ടുകാരൻ പറഞ്ഞതാണല്ലോ നല്ലത്. അയാൾ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് കേട്ട ചില പ്രസംഗങ്ങളും കാര്യങ്ങളെല്ലാം പുള്ളി മനസ്സിൽ വന്നപ്പോൾ ദൈവം ഡിവോഴ്സിനെ വെറുക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാൾക്കതിന് ധൈര്യം കിട്ടുന്നില്ല. പക്ഷേ ഇയാൾ ഇഞ്ചിഞ്ചായി നീറി പുകഞ്ഞ് ജീവിക്കുകയാണ്. സഹോദരങ്ങളെ,
ഈ രണ്ട് വ്യക്തികളുടെയും ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ബന്ധത്തകർച്ചയുടെ നീറ്റലിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുണ്ട്. എങ്ങനെയാണ് അവർക്ക് സമാധാനത്തിലേക്കും ഒരു അനുഗ്രഹീതമായ ജീവിതത്തിലേക്കും പ്രവേശിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ ചങ്ങലയിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയുക? സഹോദരങ്ങളെ, നാം യേശുവാണ് നമ്മുടെ മാതൃക. നാം യേശുവിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും, യേശു തന്നെ തന്നെ പൂർണ്ണമായി പരമപിതാവിന് കൊടുത്ത വ്യക്തിയാണ്. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശു തൻ്റെ സമർപ്പണത്തെ പുതുക്കി. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അങ്ങനെ വീണ്ടും തന്നെ തന്നെ മുഴുവനായി പരമപിതാവിന് സമർപ്പിച്ച യേശു. പിന്നെ നമ്മളിവിടെ കാണുന്നത് പിതാവിന് കൊടുത്ത ഈ യേശുവിനെ പിതാവ് എന്താണ് ചെയ്തത്? ആ യേശുവിനെ പിതാവ് പീലാത്തോസിനും ഹെരോദോസിനും റോമൻ പടയാളികൾക്കും എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. അവരിന്ന് വളരെ ക്രൂരമായ പീഡകൾ യേശുവിന് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴെല്ലാം യേശുവിൻ്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, ഞാൻ കൊടുത്തത് എൻ്റെ പിതാവിനാണ്. ഞാൻ ഹെരോദോസിനോ പീലാത്തോസിനോ അല്ല കൊടുത്തത്, ഞാൻ എൻ്റെ പിതാവിനാണ് കൊടുത്തത്. പിതാവിൻ്റെ സ്നേഹം എനിക്കറിയാം. അതുകൊണ്ട് പിതാവ് ആരെ എന്നെ ഏൽപ്പിച്ചു കൊടുത്തുവോ, ആർക്കെന്നെ ഏൽപ്പിച്ചു കൊടുത്തോ, അവരിൽ നിന്ന് എന്തെല്ലാം പീഡകൾ എനിക്കുണ്ടായിട്ടുണ്ടോ അതെല്ലാം സ്നേഹത്തോടെ എനിക്ക് പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയും. അത് റോമൻ പടയാളികളുടെയോ പീലാത്തോസിൻ്റെയോ ഒന്നും പ്രവൃത്തിയല്ല. ഞാൻ പിതാവിനാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് എനിക്കുണ്ടായ ഈ സഹനമെല്ലാം യേശു പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചു. ഇത് പിതാവിൻ്റെ തിരുവിഷ്ടം എന്ന നിലയിൽ യേശു സ്വീകരിച്ചു. അവിടെ നമ്മൾ കാണുകയാണ്, എന്തെല്ലാം കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടായെങ്കിലും, അതുമൂലം മരണം വരെ ഉണ്ടായെങ്കിലും പിതാവ് യേശുവിനെ ഉയർപ്പിച്ചു. എല്ലാ നാമധേയത്തേക്കാൾ വലുതായ നാമധേയം പിതാവ് അവന് നൽകി. നഷ്ടപ്പെട്ടതെല്ലാം അവിടെ നമുക്ക് തിരിച്ചു കിട്ടുന്നതായി കാണുകയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ വേദനയിലൂടെ കടന്നു പോകുന്ന ദമ്പതിമാർ മനസ്സിലാക്കണം, നിങ്ങൾ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാൻ ദേവാലയത്തിൽ വന്നപ്പോൾ നിങ്ങളിങ്ങനെ ആ കൂദാശയെയും ആ കർമ്മത്തെയും ഇങ്ങനെ മനസ്സിൽ കാണണം. ഞാൻ എന്നെ തന്നെ മുഴുവനായി യേശുവിനാണ് കൊടുത്തത്. അങ്ങനെ യേശുവിന് കൊടുത്ത എന്നെ യേശുവാണ് ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഭർത്താവും ചിന്തിക്കണം, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ക്രിസ്തുവിനാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്ത എന്നെ ഈശോയാണ് ഈ ഭാര്യയ്ക്ക് ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ഞാനത് ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കും. ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു മീനിങ് ഉണ്ട്. അതിന് ദൈവ കൈകളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ദൈവത്തോടുള്ള അനുസരണമാണ് അവിടെ കാണുന്നത്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ഈ അനുസരണത്തിലൂടെ വലിയ റിവാർഡാണ് ദൈവം ഇവർക്ക് നൽകുന്നത്. ജീവൻ്റെ പുസ്തകത്തിൽ ആ സഹനങ്ങൾ മുഴുവനും വലിയ പ്രതിഫലമായി ദൈവം സ്വർഗത്തിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവ കൈകളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ആ കുടുംബത്തിൽ വലിയ സമാധാനം പരക്കുന്നതും ആ സമാധാനം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതും നമുക്ക് അനുഭവിച്ച് അറിയുവാനായിട്ട് കഴിയുന്നതാണ് സഹോദരങ്ങളെ. അതിനാൽ നമുക്കറിയാം, ദൈവം ഡിവോഴ്സിനെ വെറുക്കുന്നു. ഇന്ന് നമ്മൾ പല കുടുംബങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ, ഇന്ന് പല കോടതിയിലേക്ക് നമ്മൾ നോക്കിയാൽ ഡിവോഴ്സിൻ്റെ അപേക്ഷകൾ അങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഒരു ചെറിയ കാരണം മതി
ഇപ്പം തന്നെ ഉപേക്ഷിക്കുക എന്നതാണ് പല ആളുകളുടെയും പരിഹാര മാർഗമായി അവർ കണ്ടെത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, വിവാഹത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന വെളിച്ചത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് തിരിച്ചറിയുവാനുള്ള, മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പ് ദമ്പതിമാർക്ക് ഉണ്ടാകേണ്ടതാണ്. നമുക്കറിയാം, വിവാഹം ഒരു ഉടമ്പടിയാണ്. ഉടമ്പടിയാണ് എന്ന് പറയുമ്പോൾ അത് ഒരു കരാറല്ല, അതൊരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന വാക്ക് നമ്മൾ പഴയ നിയമത്തിലാണ് കാണുന്നത്. അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന ജനതൻ്റെ ഇടയിലുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി നിൽക്കുന്നത്. എന്താണ് ഉടമ്പടിയിൽ ഏർപ്പെടുന്നവർ? ഒരു മൃഗത്തെ കൊണ്ടുവന്ന് രണ്ടായിട്ട് വെട്ടിപ്പൊളർന്ന് അതിന് നടുക്കോടെ നടന്നാണ് ഉടമ്പടിയിൽ ഏർപ്പെടുക. അങ്ങനെ എങ്ങാനും ഉടമ്പടിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉടമ്പടി ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അങ്ങനെ ലംഘിക്കുന്ന വ്യക്തി മരിക്കണമെന്നാണ് ആ സംസ്കാരം പഠിപ്പിക്കുന്നത്. അതാണ് ഉടമ്പടി. സഹോദരങ്ങളെ, വിവാഹം ഒരു ഉടമ്പടിയാണ്. നമ്മൾ മനസ്സിലാക്കൂ, വെറും മൃഗത്തിൻ്റെ വെട്ടിപ്പിളർന്ന മാംസക്കഷ്ണത്തിന് നടുക്കോടെ നടന്ന് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ഒരിക്കലും ലംഘിക്കാൻ പാടില്ലെന്നും ലംഘിച്ചാൽ അത് ഗൗരവമുള്ളതാണെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നോക്കൂ, വിവാഹം എന്ന ഉടമ്പടിയുടെ അവസ്ഥ എന്താണ്? അത് വെട്ടിപ്പിളർന്ന മാംസക്കഷ്ണത്തിന് നടുക്കോടെയുള്ള ഇതിലൂടെ അല്ല ഈ ഉടമ്പടി ബന്ധം കിടക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിളർക്കപ്പെട്ട ശരീരത്തിൻ്റെ നടുക്കോടെ നടന്ന് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ് ദമ്പതിമാർ എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം എത്രയോ ഗൗരവമുള്ളതാണ്. മലാക്കി പ്രവാചക പുസ്തകം 2-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതാ, വിവാഹ ജീവിതത്തോട് അവിശ്വസ്തത പുലർത്തുന്ന വ്യക്തികൾ അവരെത്രമാത്രം ബലിപീഠത്തിന് മുമ്പിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നോക്കൂ, എത്ര ഗൗരവമായിട്ടാണ് കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കുക. അതിനാൽ വിവാഹ ജീവിതത്തെക്കുറിച്ച്, കുടുംബ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതൊരു കൂദാശയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതൊരു കൂദാശയാണ് എന്ന് പറയുമ്പോൾ അത് ഈശോ നടുക്ക് നിന്നുകൊണ്ട് യോജിപ്പിക്കുന്ന ഒരു ബന്ധമാണിത്. സഹോദരങ്ങളെ, അതിനാൽ ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം അത് ദമ്പതിമാരുടെ ഉള്ളിൽ പ്രത്യേകമായി ഒരു അഭിഷേകമായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ കൂദാശയിലൂടെ പകരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, യേശുക്രിസ്തുവാണ് കുടുംബജീവിതത്തിൻ്റെ മാതൃക, ദാമ്പത്യ സ്നേഹത്തിൻ്റെ മാതൃക എന്ന് പറയുമ്പോൾ ആ മാതൃകയിലേക്ക് നോക്കി നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ ധാരാളം ബലഹീനതയുള്ളവനാണ്. ഇത് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് ഈശോ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് വസിച്ചുകൊണ്ട്, അങ്ങനെ ഉള്ളിലിരുന്നു കൊണ്ട് ആണ് ഈ കുടുംബജീവിതത്തെ ഈശോ വിജയിപ്പിക്കുന്നത്. ഈശോ കളിക്കളത്തിന് വെളിയിൽ നിന്നുകൊണ്ട് പ്രോത്സാഹനം നൽകുകയോ കൈയടിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ദമ്പതിമാർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളിലൂടെയും എല്ലാ വിഷമതകളിലൂടെയും ദമ്പതിമാരോടൊപ്പം ഈശോയും സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സാരാംശത്തിൽ നിന്ന് പോലും
യേശു ക്രിസ്തുവിനെ വേർതിരിക്കാൻ പാടില്ലാത്തവണ്ണം അത്രമാത്രം യേശു അഭേദ്യമായി ഈ കുടുംബജീവിതത്തിൽ, ദമ്പതിമാരുടെ ജീവിതത്തിൽ അവിടുന്ന് ഇഴുകിച്ചേർന്ന് നിൽക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഈ സാന്നിധ്യത്തിൽ നിന്നാണ് നമ്മൾ സ്നേഹം ഒഴുക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ സ്നേഹിക്കാനായിട്ട് തുടങ്ങേണ്ടത്. അതിനാൽ സഹോദരങ്ങളെ, യേശുവിൻ്റെ സജീവമായ ഈ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മോട് കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, ദൈവമാണ് അവരെ അഭിഷേകം ചെയ്ത് ഭാര്യയെയും ഭർത്താവുമായി ഉയർത്തിയിരിക്കുന്നത്. എന്തോ ഒരു വലിയ ഒരു അവസ്ഥയിലേക്കാണ് ദൈവം അവരെ ഉയർത്തിയിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഇതൊരു സംഘടന പോലെയുള്ള കാര്യമല്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഭാര്യയുടെ ശിരസ് ഭർത്താവാണ്, ഭർത്താവിൻ്റെ ശിരസ് യേശുക്രിസ്തുവാണ്, യേശുവിൻ്റെ ശിരസ് പിതാവാണ്. നോക്കൂ, ഒരു മൗതിക ശരീരം. അങ്ങനെയാണ് അഭേദ്യമായി അവിടുന്ന് ഇരുകൂട്ടരെയും ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതിനാൽ ഇതാ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കൃപാവരം ചൊരിഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ കുടുംബജീവിതത്തെ വിജയിപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി പറയുകയാണ്, ജീവിത പങ്കാളി എന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ് എന്ന്. തോബിത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അനാദികാലം മുതലേ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ജീവിത പങ്കാളി. അത് ദൈവികമായ തിരഞ്ഞെടുപ്പാണ്, മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പല്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം എത്രയോ ദാനങ്ങളാണ്, ഭാര്യാഭർത്താക്കന്മാർ എത്രയോ ദാനങ്ങളാണ് ദൈവം തന്നിട്ടുള്ളത്. എന്നാൽ വിവാഹത്തിൻ്റെ അവസരത്തിൽ ദൈവം പറയുന്നത്, ഇത്രയും വിശിഷ്ടമായ ഒരു ദാനം, ഇത്രയും വലിയ ഒരു ദാനം എനിക്കിനി വേറെ തരാനില്ല. അതിനാൽ ദൈവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ദാനം, ഈ ഭൂമിയിലേക്ക് വെച്ച് ദൈവം തരുന്ന ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ സമ്മാനം, അതാണ് ജീവിത പങ്കാളി എന്ന് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കാൻ തയ്യാറാകണം. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ കാണുന്നത് ദൈവത്തോടു കൂടിയാണ്. നോക്കൂ, ആദം ഹവ്വയെ കണ്ടത് ദൈവത്തോടു കൂടിയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭാര്യ ഭർത്താവിനെ കണ്ടത് ദൈവത്തോടു കൂടിയാണ്. ഹവ്വ ആദത്തെ കണ്ടത് ദൈവത്തോടു കൂടിയാണ്. ഈ ഒരു ബന്ധം, ഈ ഒരു സാന്നിധ്യത്തിൻ്റെ ബന്ധം, അതാണ് കുടുംബജീവിതം ഉയർത്തുന്ന എല്ലാവിധ വെല്ലുവിളികളുടെയും ഉത്തരവതാണ് ഈ സാന്നിധ്യം. ദൈവത്തിന് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ ഉണ്ട്. ഉത്തരം ഇത്രയേ ഉള്ളൂ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതിൽ കവിഞ്ഞ് എന്ത് ഉത്തരമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈ സാന്നിധ്യം, ഒരിക്കലും തള്ളിക്കളയാത്ത ഈ സാന്നിധ്യം, ഈ സാന്നിധ്യത്തിൻ്റെ അഭിഷേകമാണ് ഭാര്യാഭർത്താക്കന്മാർക്ക് ആവശ്യമായിട്ടുള്ളത്. അതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിനാൽ നമ്മൾ തിരിച്ചറിയുക, ഇതാ ഈ വിശുദ്ധമായ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് ഈശോയിലൂടെ വിജയിപ്പിക്കേണ്ടതായ ഒരു ജീവിതമാണ് ഇത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ,
ഈ ബന്ധത്തിൽ ദൈവം വർഷിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ഞാനൊരു ഒരു കാര്യം ബൈബിളിൽ നിന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പീലാത്തോസ് വലിയ ഒരു നിയമപണ്ഡിതനാണ്, ജഡ്ജിയാണ്, ഗവർണറാണ്. റോമൻ നിയമങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് പീലാത്തോസ്. ഈ പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുന്നതിന് മുമ്പ് പീലാത്തോസിൻ്റെ ഭാര്യ ഒരു കുറിപ്പ് കൊടുത്തയച്ചു. അവൾക്ക് നിയമങ്ങളോ കോടതി സംബന്ധമായ കാര്യങ്ങളോ ഒന്നും അവൾക്കറിയാൻ പാടില്ല. അവൾ വെറും ഒരു ഹൗസ് വൈഫ് മാത്രമാണ്. പക്ഷെ അവളൊരു കാര്യം എഴുതി കൊടുത്തു, ആ നീതിമാൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത് എന്ന്. പീലാത്തോസ് അതിന് പുല്ല് വില പോലും കൊടുത്തില്ല, തള്ളിക്കളഞ്ഞു. ഒന്ന് ഓർത്ത് നോക്കൂ, ആ പാവപ്പെട്ട ഭാര്യ അവൾ കൊടുത്തുവിട്ട ആ കുറിപ്പ് ഈ ഭർത്താവ് ഒന്ന് മാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോക ചരിത്രത്തിൽ പീലാത്തോസിൻ്റെ സ്ഥാനം എന്തായേനെ? നമ്മൾ അറിഞ്ഞിരിക്കുക, ദൈവം സംസാരിക്കുന്ന ഒരു വേദിയാണ് ഭാര്യയും ഭർത്താവും. അതുകൊണ്ട് വിവാഹത്തോടുകൂടി ദൈവം ഭാര്യയിലൂടെ ഭർത്താവിനോടും ഭർത്താവിലൂടെ ഭാര്യയോടും സംസാരിക്കുന്നു. ദൈവസ്വരം കേൾക്കുവാനുള്ള സാന്നിധ്യമാണിത്. അങ്ങനെ എത്രയെത്ര നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് വിവാഹമെന്ന് കൂദാശ സ്വീകരിച്ചാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരിക്കൽ കൂടി നമുക്ക് നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആവേ മരിയ, ആവേ 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 മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ ത്രിയേക ദൈവത്തിലുള്ള സഹവാസം നമ്മെ ദൈവസ്നേഹത്തിലേക്കും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പിലേക്കും നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അമ്മ പറഞ്ഞില്ലേ, സത്യവും സ്നേഹവും ബലി കൊടുത്തുകൊണ്ട് കപടതയുടെ ജീവിതം നയിക്കാതെ പ്രത്യാശയോടെ ജീവിക്കാൻ മക്കളെ ശ്രമിക്കുക എന്ന് അമ്മ നമ്മളോട് ഇന്നലെ സംസാരിച്ചില്ലേ? അമ്മ നമ്മളോട് വീണ്ടും പറയാം, മക്കളെ, അഖിലം സൗന്ദര്യമായ നിങ്ങളുടെ ഈ അമ്മ പ്രത്യാശയുടെ സൂചനയാണ്. എന്നാൽ നിങ്ങളുടെ ആത്മീയ സൗന്ദര്യത്തിൻ്റെ പ്രതിഫലം നഷ്ടമാക്കിക്കൊണ്ട് സാത്താൻ്റെ അടിമത്തത്തിൽ ജീവിക്കാൻ നിങ്ങൾ കൂടുതൽ തൽപരരാകുന്നത് കണ്ട് ഈ ഹൃദയം വേദനിക്കുന്നു. ഇത്രയൊക്കെ അമ്മ പറഞ്ഞിട്ട് അമ്മയുടെ ഹൃദയം വേദനിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമാവില്ലേ? ആ വേദന നമ്മുടെ ജീവിതത്തിൻ്റെ, കൃപയില്ലാത്ത ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ടാകരുതേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സാത്താൻ പാപത്താൽ ആത്മാക്കളെ കറപിടിപ്പിച്ചുകൊണ്ട് ജീവൻ്റെ മഹത്വത്തിലേക്കും ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് എത്തുന്നതിൽ നിന്നും അവയെ തടസ്സപ്പെടുത്തുന്നു. പാപത്താൽ ആത്മാക്കളെ കറപിടിപ്പിച്ചുകൊണ്ട് ജീവൻ്റെ മഹത്വത്തിലേക്കും ദൈവവുമായുള്ള ഐക്യത്തിലേക്കും എത്തുന്നതിൽ നിന്നും മക്കളെ തടസ്സപ്പെടുത്തുന്നു എന്ന് അമ്മ വീണ്ടും മക്കൾക്ക് പറഞ്ഞു തരിക. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ഐക്യത്തിൽ എവിടെങ്കിലും ഒരു വിള്ളൽ വന്നിട്ടുണ്ടോ? അത് ഈ തിന്മയുടെ പണിയാണ്. അതിലേക്ക് നിങ്ങൾ ചായരുത് എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ദൈവവുമായിട്ടുള്ളൊരു ഐക്യം എപ്പോഴും നമുക്ക് വേണം.
നമ്മുടെ മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടും ഈ ലോകത്തിലെ ഓരോ വ്യക്തികളോടുമുള്ള നമ്മുടെ ഐക്യം സംഭവിക്കേണ്ടത് ദൈവിക ഐക്യത്തിലൂടെയാണ്. ദൈവവുമായി ഐക്യമുള്ള ഒരു കുഞ്ഞ് എപ്പോഴും ദൈവ ഐക്യത്തിൻ്റെ ആ ചാനലിലൂടെ ആയിരിക്കും മനുഷ്യരുമായുള്ള ഐക്യത്തിൽ പെടുക. ദൈവവുമായുള്ള ഐക്യം ഉണ്ടെന്ന് പറയുകയും മാനുഷികവും ലോകവുമായുള്ള ഐക്യത്തിൽ കറകൾ ഉണ്ടാകുകയും ചെയ്താൽ ആ വ്യക്തി നുണ പറയുന്നു. ദൈവവുമായിട്ട് ഞാൻ വലിയ ബന്ധത്തിലാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട, അത് ലോകം അംഗീകരിക്കേണ്ട. പക്ഷേ നീ ദൈവവുമായിട്ട് ഐക്യത്തിലാണെങ്കിൽ, ദൈവവുമായി നിന്നെ ബന്ധിപ്പിക്കുന്ന ദൈവ ഐക്യത്തിൻ്റെ അളവുകോല് മനുഷ്യ ഐക്യത്തിലേക്ക് നിന്നെ നയിക്കുന്നില്ലെങ്കിൽ നീ ഏതോ തിന്മയുടെ പിടിയിലാണ്. ഞാനിതിവിടെ പറയാൻ കാരണം, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു 25 വർഷക്കാലം പ്രത്യേകമായിട്ടും ലഭിച്ചിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയാം. പലപ്പോഴും പല അനുഭവങ്ങളുള്ളവരുമായിട്ടും അനുഭവങ്ങളുണ്ട് എന്ന് പറയുന്നവരുമായിട്ടും സംസാരിക്കാൻ ഇടപഴകാനൊക്കെ അവസരം വന്നിട്ടുണ്ട്. ഭയാനകമാണ് പല അവസരങ്ങളും. പലതും ആത്മീയമായി വളർത്തിയിട്ടുള്ളതാണ്, പലതും തളർത്താനുള്ളതായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മളത് തിരിച്ചറിയാതെ ഇവർ വലിയവരാണെന്നൊക്കെ ചിന്തിച്ചിട്ട് അവരിലുള്ള തിന്മയെ തിരിച്ചറിയാതെ പലപ്പോഴും അവരുടെ കൂടെ ആയിരുന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചറിയാത്ത സമയത്ത് പോലും ആ ബന്ധങ്ങളെ വെട്ടിവീഴ്ത്താനായിട്ട് കർത്താവ് ഇടപെടുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളും അവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അത് വലിയ തിന്മയിലേക്ക് കൂപ്പുകുത്തുമെന്ന് ഈശോയ്ക്ക് അറിയാം. ആത്യന്തികമായിട്ട് ദൈവ ഐക്യത്തിലായിരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ ഐക്യത്തിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാതെ മാനുഷിക ഐക്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈശോ സങ്കടപ്പെടും, പരിശുദ്ധ അമ്മ കരയും. അപ്പോൾ ജീവന്റെ മഹത്വത്തിലേക്കുള്ള ദൈവവുമായുള്ള ഐക്യത്തിൽ വിള്ളൽ വരും. അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ ബലഹീനയാണ്. ഏതെങ്കിലും തലത്തിലുള്ള ബന്ധങ്ങൾ, ഐക്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ദൈവ ഐക്യത്തിലേക്ക് എന്നെ നയിക്കുന്നില്ലെങ്കിൽ ഈശോയെ അവിടുന്ന് അത് മുറിച്ചു മാറ്റണമേ എന്ന് ആഗ്രഹിക്കണം. ദിവസവും പ്രാർത്ഥിക്കണം. ഈശോ ഇടപെടും. വികാരങ്ങളുടെയും അശുദ്ധതയുടെയും വളർച്ച ശരീരങ്ങളെ മൃഗതുല്യമാക്കി തീർക്കുന്നു. സ്വർഗത്തിൻ്റെ അമ്മ പറയാ, വികാരങ്ങളുടെയും അശുദ്ധതയുടെയും വളർച്ച ശരീരങ്ങളെ മൃഗതുല്യമാക്കി മാറ്റുന്നു എന്ന്. മൃഗങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകുമോ? മൃഗങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകില്ല. അത് അവരുടെ സവിശേഷതയാണ്, അവരുടെ സ്വഭാവമാണ് മൃഗങ്ങളുടെ. ഒരു മൃഗത്തിനെ നോക്കിയിട്ടും കർത്താവ് മാനസാന്തരപ്പെടാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ മൃഗതുല്യനായി ജീവിക്കുന്ന മനുഷ്യരായ നമ്മളെ നോക്കി, എന്നെ നോക്കി, നിന്നെ നോക്കി ഈശോ പറഞ്ഞു മാനസാന്തരപ്പെടുവിൻ. പരിശുദ്ധ അമ്മ പറഞ്ഞു മാനസാന്തരപ്പെടുവിൻ, ദൈവത്തിലേക്ക്, കർത്താവിലേക്ക് തിരിച്ചു വരുവിൻ. ഇങ്ങനെ പറയാൻ എന്താ കാരണം? മനുഷ്യൻ മൃഗമായിട്ട് ജീവിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സങ്കടം ദൈവത്തിന് ബോധിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ പറയുന്ന അമ്മ ഇന്ന് അമ്മയുടെ സ്വരമുയർത്തിക്കൊണ്ട് പറയാ, മക്കളെ മാനസാന്തരപ്പെടുവിൻ, പ്രാശ്ചിത്യ പ്രവൃത്തികളിൽ മുഴുകുവിൻ. കാരണം വികാരങ്ങൾ അശുദ്ധതയിലേക്ക് നയിക്കുന്നു. അശുദ്ധത നിറഞ്ഞ വളർച്ച ശരീരങ്ങളെ മൃഗതുല്യമാക്കി മാറ്റിയിരിക്കുന്നു. ശരീരം വിറ്റ് കാശാക്കാനുള്ള വഴി മൃഗതുല്യമാണ് കുഞ്ഞേ. മൃഗത്തിന് ഒരിക്കലും മാറാൻ പറ്റില്ല, എന്നാൽ മനുഷ്യന് മാറാൻ പറ്റും. കാരണം അവൻ്റെ സൃഷ്ടാവ് കർത്താവാണ്. ആ കർത്താവിലേക്കുള്ളൊരു വിളി എപ്പോഴും മനുഷ്യനിലുണ്ട്. അതില്ലെന്ന് പറയുന്നത് തിന്മയാണ്. ആ തിന്മയുടെ സ്വരം കേൾക്കരുത്. അന്ധതയിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പറന്നുയരുന്ന ലോകം ദൈവവുമായിട്ട് വെല്ലുവിളി നടത്തുകയാണ്. ദുരിതങ്ങളുടെയും യാതനകളുടെയും പരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് മനുഷ്യന്റെ ഈ വെല്ലുവിളി. അമ്മ മക്കളോട് പറയാ, അന്ധതയിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോകുക ലോകം. വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും പോർവിളി ഉയർത്താനും വഞ്ചിക്കാനും ഒറ്റുകൊടുക്കാനും
അധികാരവും അധികാര മോഹങ്ങളും ദുർവ്യയം ചെയ്യപ്പെടുമ്പോൾ അന്ധകാരത്തിലേക്ക് ഉയരുന്ന ലോകത്തോട് പരിശുദ്ധ അമ്മ പറയാ, ലോകമേ നീ ദൈവത്തോട് വെല്ലുവിളിക്കേണ്ട. ദുരിതങ്ങളുടെയും യാതനകളുടെയും പരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും വർദ്ധമാനമായി കൊണ്ടിരിക്കുന്ന സമയത്താണോ കുഞ്ഞെ നിന്റെ ഈ വെല്ലുവിളി എന്നാണ് അമ്മ ചോദിക്കുന്നത്. അമ്മ മക്കളെ തിരുത്തുക, മക്കളെ അരുതേ. മാനസാന്തരത്തിലേക്കും പാപബോധത്തിലേക്കും നയിക്കുന്ന അടിയന്തരമായ ആഹ്വാനങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ദുർജനം തിന്മയുടെയും പാപത്തിൻ്റെയും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നു. ലോകത്തിൻ്റെ ആരംഭം മുതലേ ഉള്ളതാ ഇത്. എത്ര കേട്ടാലും, എത്ര അറിഞ്ഞാലും, എത്ര അനുഭവിച്ചാലും, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ നമുക്ക് ആഹ്വാനങ്ങളായി തിരിച്ചറിവായി വന്നു നിന്നാലും ദുർജനം തിന്മയുടെയും പാപത്തിൻ്റെയും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ടെന്നേ. കണ്ണുണ്ടായിട്ടും കാണാത്ത, കാതുണ്ടായിട്ടും കേൾക്കാത്ത, മനസ്സുണ്ടായിട്ടും മനസ്സിലാക്കാത്ത, അറിയാമായിരുന്നിട്ടും അറിയാത്ത, ഈ ലോകത്തിൻ്റെ സുഖങ്ങളുടെയും അന്ധതയുടെയും അന്ധകാരത്തിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് വെല്ലുവിളിച്ച് ജീവിക്കുന്ന ലോകത്തിലെ മക്കളോട് പരിശുദ്ധ അമ്മയ്ക്ക് സംസാരിക്കാനുണ്ട്. ലോകമേ, നീ സാത്താന്റെ കൂടെയാണ്. നീ ദൈവവുമായിട്ട് വെല്ലുവിളി നടത്തരുത്. അടിയന്തരമായിട്ടുള്ളൊരു ആഹ്വാനം ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കേൾക്കില്ലേ? യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇന്ന കാര്യം ചെയ്തു, മറ്റേ കാര്യം ചെയ്തു, ഈ കാര്യം ചെയ്തു. എന്തേ നിന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താനായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ നീ തിരിച്ചു വരാത്തത്? നിന്റെ ആത്മാവിനേക്കാൾ വിലയുള്ളതായി ലോകത്ത് എന്തുണ്ട്? അത് ദൈവത്തിൻ്റെ കരുണയല്ലേ, ദൈവത്തിൻ്റെ വിലയല്ലേ, ദൈവത്തിൻ്റെ ജീവനല്ലേ, ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ വിലയല്ലേ, ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ പൂർണ്ണതയല്ലേ? അത് കാത്തു സൂക്ഷിക്കാൻ മനുഷ്യ നിനക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. തങ്ങൾ ജീവിക്കുന്ന അനാരോഗ്യപരമായ സാഹചര്യങ്ങളാൽ മരവിക്കപ്പെട്ടാൽ എന്ന പോലെ അവർ നല്ലവർ മന്നോഷ്ണരായി മാറിക്കൊണ്ടിരിക്കുന്നു. സത്യമാണത്. ഒരുപാട് ആഗ്രഹമുണ്ട് നന്നായി ജീവിക്കാൻ. എന്നാൽ സാഹചര്യങ്ങൾ ചിലരെ ഒരു മരവിപ്പിലേക്ക്, ഒരു മന്ദതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുക. ഒരു കാലയളവിൽ കേരള സഭ എന്തൊരു ഉണർവായിരുന്നു. കരിസ്മാറ്റിക്കുകാരെയൊക്കെ കുറ്റം പറയുന്നവർ ലോകത്ത് കണ്ടേക്കാം. പക്ഷേ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലൂടെ അല്ല, ആ ശുശ്രൂഷയിലൂടെ, അതൊരു പ്രസ്ഥാനമല്ല, അതൊരു ശുശ്രൂഷയാണ് ആത്മാക്കളെ നേടാനായിട്ട്. കരിസ്മാറ്റിക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവരതൊരു പ്രസ്ഥാനമാക്കി മാറ്റും. പക്ഷേ ജീവിത നവീകരണം എൻ്റെ ജീവിതത്തിൻ്റെ പ്രസ്ഥാനമാണെന്ന് സ്വീകരിച്ചതിലൂടെ എന്തൊരു തീക്ഷ്ണതയായിരുന്നു ഒരു കാലഘട്ടത്തിൽ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പൊ കൊറോണ വന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല എല്ലാവരും മന്ദതയിൽ കഴിയുന്നത്. അമ്മ പറയാ, ഒരു മരവിപ്പ്, ആ മരവിപ്പ് ആത്മാവിനാണെങ്കിൽ അത് അപകടമാണ്. അതുകൊണ്ടാണ് അമ്മ നമ്മളോട് പറയുന്നത്, ആ മരവിപ്പ് നിങ്ങൾ മാറ്റണം. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു തരുന്നേ. അഭിഷിക്തർ പലരും സുഖ അന്വേഷികളായി തീരുകയും അവരുടെ ദൈവ വിളിക്ക് ഒപ്പം അവർ പുറന്തള്ളിയ ലോക അരൂപിയിൽ ആകൃഷ്ടരാവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷിക്തരെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, അമ്മ എല്ലാവരെ കുറിച്ചും പറയുന്നുണ്ട്. അഭിഷിക്തരെ കുറിച്ച് പറയാൻ എന്താ കാരണം എന്നറിയോ? അമ്മ എപ്പോഴും പറയുമ്പോൾ അഭിഷിക്തരെ ആദ്യം എടുത്തു പറയുന്നതിന് എന്തുകൊണ്ടാ? അത്രയ്ക്ക് ഇഷ്ടമാണേ, അത്രയ്ക്ക് ഇഷ്ടം അഭിഷിക്തരെയും സിസ്റ്റേഴ്സിനെയും. എനിക്ക് പലപ്പോഴും ആത്മീയ കുശുമ്പ് തോന്നിയിട്ടുണ്ട്. ഈ അച്ഛന്മാര് സിസ്റ്റേഴ്സിനെയും അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് പലപ്പോഴും എടുത്തു പറഞ്ഞ് സ്നേഹിക്കുന്നത് കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടമുള്ളവരെ കുറിച്ചല്ലേ അമ്മമാര് ആദ്യം സംസാരിക്കുക. അതുകൊണ്ടാ പറയുന്നേ, പ്രിയപ്പെട്ട വൈദിക, ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം അപ്പനോടും അമ്മോടും സഹോദരങ്ങളോടും വീടിനോടും ബൈ പറഞ്ഞ് സെമിനാരിയിലേക്ക് പോയ ആദ്യ ചുവടുവെപ്പില്ലേ, ആ തീക്ഷ്ണത ഇന്നുണ്ടോ? വർഷങ്ങളുടെ പരിശീലനത്തിനും പ്രാർത്ഥനയ്ക്കും അധ്വാനത്തിനും സഹനത്തിനും ശേഷം
ഈശോയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെത്രാന്റെ കൈവെപ്പ് വഴി, അഭിഷേകം വഴി കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള വിളി സ്വീകരിച്ചുകൊണ്ട് തിരുപ്പട്ടം സ്വീകരിച്ച ആ നിമിഷമില്ലേ, ആ തീക്ഷ്ണത, ആദ്യമായി കാസായും പീലാസയും എടുത്ത് ഉയർത്തിയിട്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് ഈ ബലിയിൽ സംഭവിക്കുന്നത്, അർപ്പിക്കപ്പെടുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഗോതമ്പപ്പവും മുന്തിരിച്ചാറ് രക്തവുമായി മാറുമെന്ന് വിശ്വസിച്ച് പ്രിയപ്പെട്ട എൻ്റെ സഹോദര വൈദിക, അന്നർപ്പിച്ച ബലിയില്ലേ, ആ വിശ്വാസം, ആ തീക്ഷ്ണത, ആ സ്നേഹം, ആ ബലിയർപ്പണം കഴിഞ്ഞിട്ട് ആ ബലിയർപ്പിച്ച കരങ്ങള് ഈ 2 വിരലുകൾക്കുള്ളിൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ സമയമില്ലേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ലോകം മുഴുവനെയും ആത്മാവിൻ്റെ അഭിഷേകത്തിനായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച ആ കരങ്ങളില്ലേ, ആ കരങ്ങൾ ഉയർത്തി കുർബാനയുടെ അവസാനം വിശുദ്ധ കുരിശിനാൽ ജനത്തെ ആശീർവദിച്ച ആ കരമില്ലേ, ആ കരം മുത്താൻ വരി വരിയായി നിരനിരയായി വന്ന മനുഷ്യമക്കളുടെ അധരത്തിലേക്ക് നീട്ടിപ്പിടിച്ച വിശുദ്ധിയുടെ കരങ്ങളുമായിട്ട് ചേർന്ന് നിന്നപ്പോൾ അനുഭവിച്ച ആനന്ദമില്ലേ, അത് ചോർന്നുപോയോ? അതാണ് അമ്മയുടെ വേദന. അവിടെ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദര വൈദിക, ഞങ്ങളൊക്കെ ഈ ചോർച്ചയുടെ വഴിയിലാണെന്ന് ഓർക്കണമേ. ഞങ്ങളെ പ്രതിയെങ്കിലും ഉപേക്ഷിച്ചതിനെ തേടാൻ പോകല്ലേ. ഞങ്ങൾ പ്രാർത്ഥിക്കും. പഴയ നിയമ പുസ്തകത്തിൽ സാംസൺ ഒരു സിംഹത്തെ കൊന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അത് മുഴുവൻ ഞാൻ പറയുന്നില്ല. എന്നിട്ടോ മറ്റൊരവസരത്തിൽ തിരിച്ചു വന്നപ്പോൾ ആ കൊന്ന സിംഹത്തിൻ്റെ താടിയലിലോ മറ്റു തേനീച്ചകൾ കൂടുകൂട്ടിയിട്ട് ആ തേൻ എടുക്കാനായിട്ട് പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കൊന്നുപേക്ഷിച്ചതിൻ്റെ മേൽ തേൻ കാണുമ്പോൾ ചേർന്ന് നിൽക്കാനുള്ള ആ അഭിവാഞ്ചയില്ലേ, അത് ചിന്തയിലോ വിചാരത്തിലോ ഒരാളുടെ പുഞ്ചിരിയിലോ ഒരു സ്ത്രീയുടെ ചിരിയിലോ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിലോ ഉണ്ടെങ്കിൽ, അല്പം മണ്ണിൻ്റെ പേരിൽ ഒരു പെണ്ണിൻ്റെ പേരിൽ ഉപേക്ഷിച്ചതിനെ തിരിച്ചു ചെന്ന് തേൻ നുകരാനായിട്ട് പിശാച് വിളിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോകല്ലേ, ഞങ്ങളും നിങ്ങളും നശിക്കും. സഭയ്ക്ക് ചുളിവുകളും പാപക്കറകളും വരും. പോകല്ലേ, സ്വയം നഷ്ടപ്പെടും, ഞങ്ങളെയും നഷ്ടപ്പെടുത്തും. ഞങ്ങളുടെ നാശം നിങ്ങൾ കാരണമാണെന്നല്ല ഞാൻ പറയുന്നത്. പുറംതള്ളിയ ലോകാരൂപിയിൽ ആകൃഷ്ടരാകുമ്പോൾ അവിടേക്ക് ഓടിപ്പോകാനുള്ള ഒരു അഭിവാഞ്ച, ഒരാഗ്രഹം, ഒന്ന് തൊട്ടു നോക്കാം, ഒന്ന് പിടിച്ചു നോക്കാം, ഒന്ന് കഴിച്ചു നോക്കാം, ഒന്ന് കടിച്ചു നോക്കാം, ഒന്ന് ആസ്വദിച്ചു നോക്കാം എന്നുള്ള ആദ്യ പാപത്തിൻ്റെ വിളി കിട്ടിയാൽ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏത് വ്യക്തിബന്ധമായാലും ഏത് സാഹചര്യമായാലും അതിനോട് നോ പറയാനുള്ള ആത്മീയ ധൈര്യവും ചങ്കൂറ്റവും ഇന്നത്തെ അഭിഷിക്തർ കാണിച്ചിരുന്നെങ്കിൽ എന്ന് അമ്മയോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, അതെൻ്റെ ഭംഗി വാക്കല്ല. എനിക്ക് വൈദികരോട് ബഹുമാനമാണ്, സ്നേഹമാണ്. ഈ നിമിഷത്തിൽ എന്നെ ശ്രവിക്കാനായിട്ട് ഈശോ ഒരുക്കിയിരിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊരു നിമിഷം. നമ്മൾ വഴി ഒരു വൈദികൻ പാപത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, പോയിട്ടുണ്ട്, വിശ്വസിക്കുക. ഏതെങ്കിലും വഴി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വൈദികന് വേണ്ടിയും നമുക്ക് വേണ്ടിയും തന്നെ ഈശോയോട് മാപ്പ് ചോദിക്കുക. വൈദികരെ വിശുദ്ധ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളി അവർ വേണ്ടെന്ന് പറഞ്ഞതിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ പിശാച് നമ്മളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിക്കുക. പരിഹാരത്തിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മുടെ അമ്മ സ്നേഹത്തോടെ ഉറപ്പ് നൽകുമ്പോൾ, കരുണാമയനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാരുണ്യത്തിന് വേണ്ടി കേണുകൊണ്ട് നാം നടന്നു നീങ്ങിയ വഴികളിൽ എവിടെയെങ്കിലും കാലിടറയെങ്കിൽ അതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി നമുക്ക് മാപ്പ് ചോദിക്കാം, പ്രാർത്ഥിക്കാം.
വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് അമ്മയോട് പറയാം. നമുക്ക് ന്യായീകരണത്തിൻ്റെ മാർഗത്തിലൂടെ തെറ്റായ ജീവിതത്തിന് അടിമകളായി കഴിയുന്ന മക്കൾക്ക് മാനസാന്തരപ്പെടാനുള്ള കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നാളെയാകാം, മറ്റന്നാളാകാം, ഒരു ഫോൺ വിളിയും കൂടെ കഴിഞ്ഞിട്ട്, ഒന്നും കൂടെ സംസാരിച്ചിട്ട്, ഒന്നും കൂടെ കണ്ടിട്ട്, ഒന്നും കൂടെ ആസ്വദിച്ചിട്ട് എന്ന് മാറ്റിവെക്കരുത്. ഇപ്പോൾ കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കുക, ഞാൻ കാരണം ദൈവത്തിൻ്റെ കൃപ ഭൂമിയിലേക്ക് ഒഴുകാൻ എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, എന്നെ വിശുദ്ധീകരിക്കണമേ, ഉപേക്ഷിച്ചതിനെ ഞാൻ ഇനി തേടിപ്പോകില്ല. ഉറപ്പ് കൊടുക്കുക സ്വർഗത്തിന്. എന്തൊരു വലിയ മാറ്റം ഈ ലോകത്തുണ്ടാകുമെന്നോ, എന്തൊരു വലിയ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റം ലോകത്തിലുണ്ടാകും. കാരണം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ സ്വർഗീയ നിരയിൽ, യുദ്ധസന്നാഹ ഭൂമിയിൽ മുൻനിരയിൽ നിൽക്കുന്നവർ വഴിയായിട്ട് ഏതെങ്കിലും കൃപയുടെ നീർച്ചാലുകൾ പാപത്തിൻ്റെ വഴി മൂലം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുറക്കാൻ വൈദികർ സന്നദ്ധരായാൽ, സന്യസ്തർ സന്നദ്ധരായാൽ, പുറകിൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന നമുക്കും അതൊരു ധൈര്യമാണ്. അപ്പോൾ വൈദികർ മാനസാന്തരപ്പെടേണ്ടത്, സന്യസ്തർ മാനസാന്തരപ്പെടേണ്ടത്, അവരെ വീണിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ്. ലാഭം നമുക്കാന്നേ, നമുക്ക് സ്വർഗത്തിലെത്താം. നമ്മുടെ എല്ലാ അഭിഷിക്തരും വിശുദ്ധി കൊണ്ട് നിറയട്ടെ, നമ്മുടെ എല്ലാ സന്യസ്തരും വിശുദ്ധി കൊണ്ട് നിറയട്ടെ. പ്രാർത്ഥനയുടെ തിരിനാളങ്ങളായി ലോകത്തിൽ അവർ കത്തട്ടെ. വചന വെളിച്ചത്തിൽ അവരുടെ ജീവിതത്തെ അവർ വിലയിരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മുൻവിധിയോടും കുറ്റം വിധിക്കലോടും കൂടെ ആരെയും കാണരുതേ. ഈശോ നമ്മെ അതിനല്ല വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവർക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെയും അവരെയും സമർപ്പിച്ചുകൊണ്ട്, മനുഷ്യൻ്റെ കഴിവുകളോ മനുഷ്യൻ്റെ ബുദ്ധിയോ ഒന്നുമല്ല ജീവിത വിജയത്തിൻ്റെ നേട്ടം. ആത്മീയ ദാഹവും ആത്മീയ വിജയത്തിൻ്റെ നേട്ടവും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ധൈര്യമാണ്, ബലമാണ്. ആ ബലത്തിലായിരുന്നു കൊണ്ട് ജീവിക്കാൻ പരിശുദ്ധ ദൈവമാതാവേ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ദേശത്തിൻ്റെ തുടർച്ച നാളെ ശ്രവിക്കാനായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥനാപൂർവം അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോയെ സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാം. സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യത്തിൽ മുട്ടുകുത്തി അല്പം ത്യാഗത്തോടെ ഈശോയെ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് ഒരു മനസ്സോടെ ഒരു കുടുംബമായി നമ്മൾ ഒന്നിച്ച് ആരാധിക്കുന്നു. യേശുവേ, ആരാധന ആരാധന ആരാധന. കൃപ ഒഴുകട്ടെ, കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ, കുടുംബ ബന്ധങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ. ഈശോയെ ഈശോയെ ഈശോയെ
സ്തുതിക്കുന്നു ഈശോയേ. കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ. വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നുകൊണ്ട് നമുക്ക് കാണാം. ആരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടോ അവരെല്ലാം ഈശോ കാണുന്നുണ്ട്. ഈ അപ്പത്തിന് കണ്ണുകളുണ്ട്, ഈ അപ്പത്തിന് കാലുകളുണ്ട്. അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. സഹോദരങ്ങളെ, അവിടുത്തെ സജീവമായ ഈ സാന്നിധ്യം, ഈശോയെ, ആ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ആമേൻ. നമ്മുടെ ഉള്ളിൽ അവിടുന്ന് അന്ധകാരം മാറ്റി സ്നേഹം നിറയ്ക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകം നൽകി നമ്മളെ ഈ ജീവിതത്തിനപ്പുറത്തേക്ക് നോക്കുവാൻ, നിത്യതയിലേക്ക് നോക്കുവാൻ അവിടുന്ന് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും അവിടുത്തെ വിശുദ്ധ രക്തത്താൽ നമ്മളെ അവിടുന്ന് കഴുകുന്നു. നാം വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ ഒരു പുത്തൻ വ്യക്തിയായി മാറുന്നു. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, യേശുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു എന്ന്. സഹോദരങ്ങളെ, ഇന്ന് അനേകം കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ കാലത്തെ ചില അനുഭവങ്ങൾ ഇന്നത്തെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരെ പീഡിപ്പിക്കുന്നു. ഇന്നലകളുടെ പീഡനത്തിന് താഴെയാണ് പലരുടെയും ജീവിതം. അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, അവരുടെ ഉള്ളിൽ സമാധാനം ഇല്ല. എന്നാൽ ഈശോ അരുളി ചെയ്യുന്നു, യേശുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. നാം ഈ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന് പഴയ മനുഷ്യനെ അവിടുന്ന് മാറ്റുന്നു. ഈശോയെ, അങ്ങയുടെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന, അങ്ങേ വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും തൊടണമേ. ഈശോയെ, കർത്താവേ, നിന്റെ മുമ്പിൽ പൊട്ടിത്തകർന്നു പോയ കുടുംബങ്ങളുണ്ട്, ബന്ധത്തകർച്ചയിൽ നീറിപ്പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, സംശയരോഗത്തിൽ നീറിപ്പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, കുടുംബജീവിതത്തിൻ്റെ അവിശ്വസ്തതയിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. കുടുംബത്തിലെ നിരവധിയായ വേദനകളും പ്രയാസങ്ങളും എല്ലാം ഓരോന്നോരോന്നായി ഈശോ തൊട്ട് നമ്മളെ അവിടുന്ന് സ്വതന്ത്രമാക്കി വിടുവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അവിടുത്തെ ആത്മാവിലൂടെ കർത്താവെ ഈ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സ്പർശനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ വിശ്വാസത്തിൻ്റെ ചിന്തകൾ
ഞങ്ങളിൽ നീ പകരണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ആത്മാവേ സ്തോത്രം, ആത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോഴെല്ലാം എപ്പോഴും അവിടുന്ന് ആബാപിതാവേ ആബാപിതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ അവിടുന്ന് ആബാപിതാവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് ആത്മാവ് നമ്മളോട് പറയുകയാണ്, മകനെ മകളെ, ഇതാ യേശു നിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരമപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. നീ ക്രിസ്തുവിനോട് ചേർന്ന് ആബാ പിതാവേ എന്ന് നീ വിളിച്ചുകൊള്ളുക. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കുറവുകൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് അഭിഷേകം ഒഴുകട്ടെ. അപ്പൻ്റെ സ്നേഹവും തലോടലും സ്പർശനവും ലഭിക്കാത്ത, അതിൻ്റെ ശൂന്യത മൂലം ഉണ്ടായിട്ടുള്ള കുടുംബ തകർച്ചകളുണ്ട്, അതുപോലെ ഉണ്ടായിട്ടുള്ള വൈകല്യങ്ങളുണ്ട്. അതെല്ലാം ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്ന ഈശോ അമ്മയുടെ സ്നേഹം പകരുന്ന ഈശോയാണ്. എത്രയോ വ്യക്തി ജീവിതങ്ങളിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ കുറവ് മൂലം വാത്സല്യം, കാരുണ്യം, ദയ, നന്മ, ഇങ്ങനെ എത്രയോ വിശിഷ്ട ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ മാതൃസ്നേഹത്തിൻ്റെ കുറവ് മൂലം ശരിയായ വിധത്തിൽ ഒരു കുടുംബജീവിതം നയിക്കുവാൻ പറ്റാത്ത വണ്ണം മനസ്സ് മരവിച്ച് കിടക്കുന്ന വ്യക്തിജീവിതങ്ങളുണ്ട്. ഇതായി വിശുദ്ധ കുർബാനയിൽ നിന്ന് മാതൃസ്നേഹം എല്ലാവരിലേക്ക് ഒഴുകട്ടെ. അമ്മയുടെ സ്നേഹം കിട്ടാത്തവർക്കെല്ലാം ഒരു പ്രത്യേക സ്പർശനം ഈ വിശുദ്ധ കുർബാനയിലൂടെ അവിടെ നൽകുന്നു. ആത്മാവേ വെളിപ്പെടുത്തൽ നൽകണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആരാധന, ആരാധന, ആരാധന. ദിവ്യകാരുണ്യ സന്നിധിയില് സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് അല്പം ത്യാഗത്തോടെ ഇരുകരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കാം. നമുക്ക് പ്രത്യേകമായി 32-ാം ദിനത്തിൽ നമ്മൾ പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വിവാഹേതര ബന്ധങ്ങളിൽ അകപ്പെട്ടുപോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് പിശാച് കുടുംബങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. കുടുംബങ്ങളെ നശിപ്പിക്കാൻ, കുടുംബ ബന്ധങ്ങളെ താറുമാറാക്കാൻ, ദാമ്പത്യ ജീവിതങ്ങളെ തകർത്ത് കളയുവാൻ ഇന്ന് പിശാച് വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുമുൻപിൽ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ദൈവകരുണ ഒഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ കേടുപാടുകളിലേക്കും കർത്താവിൻ്റെ കരുണയുടെ നദി ഒഴുകപ്പെടുവാൻ, എല്ലാ കേടുപാടുകളും കർത്താവിൻ്റെ കരുണയാൽ കേടുപോക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ച് ഹൃദയം നുറുങ്ങി നിലവിളിച്ച് ഒരു മനസ്സോടെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണ വർഷിക്കണമേ.
ഞങ്ങളുടെ കുടുംബങ്ങളിലെ കേടുപാടുകളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, വേദനകളിലേക്ക്, തകർച്ചകളിലേക്ക്, സംശയങ്ങളിലേക്ക്, എല്ലാ അവിശ്വസ്തതകളിലേക്കും കർത്താവേ കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. ഈശോ 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 അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവിന്റെ നിർമ്മലമായ വചനപ്രകാരം പറയുന്നു, ഉടമ്പടി ലംഘിക്കുന്നവർ ശാപഗ്രസ്തരാണ്. ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചന്റെ വചന ശുശ്രൂഷയിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തി, വിവാഹം ഒരു കരാറല്ല, അതൊരു ഉടമ്പടിയാണ്. കർത്താവായ ഈശോയുമായിട്ടുള്ള വിട്ടുപിരിയാത്ത ഉടമ്പടിയാണ് വിവാഹബന്ധമെന്ന്. ആരെല്ലാം ഈ ഉടമ്പടി ബ്രേക്ക് ചെയ്യുന്നവോ, അതിലംഘിക്കുന്നുവോ, അവരെ ശപിക്കപ്പെട്ടവരെന്ന വചനം പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ദാമ്പത്യ ബന്ധങ്ങളിൽ അവിശ്വസ്തത. ഭാര്യ അറിയാത്ത ബന്ധങ്ങൾ, ഭർത്താവ് അറിയാത്ത ബന്ധങ്ങൾ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, വിവാഹേതര ബന്ധങ്ങളിൽ ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. നമുക്കറിയാം, ജ്ഞാനിയായ സോളമൻ രാജാവ് വലിയ തകർച്ചയിലേക്ക് പോയത് ഈ തെറ്റായ ബന്ധങ്ങളായിരുന്നു. തലമുറകളെ മലിനപ്പെടുത്തുന്ന കഠോരമായ പാപമാണ് ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തതകൾ, വിവാഹേതര ബന്ധങ്ങൾ. കർത്താവിന് മുമ്പിൽ ചങ്കുപൊട്ടി നിലവിളിച്ച്, കരങ്ങൾ പുറമായി വിരിച്ചു പിടിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക, കണ്ണുനീരൊഴുക്കി ദിവ്യകാരുണ്യ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് ഹൃദയം നുറുകി നിലവിളിച്ചുകൊണ്ട് വിവാഹേതര ബന്ധങ്ങളിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന സകലാത്മാക്കളും വിടുതൽ പ്രാപിക്കുവാൻ, അനുതാപത്തിലേക്ക് വരുവാൻ, മാനസാന്തരത്തിലേക്ക് വരുവാൻ, അവർ കർത്താവിന് ചേർന്ന വിധം കുടുംബജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടുന്നു. ഈശോയേ കരുണ ഒഴുക്കണമേ, കരുണ ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക ബന്ധങ്ങള്, പിശാച് കുരുക്കി വെച്ച കെട്ടുകൾ പൊട്ടട്ടെ, തെറ്റായ ബന്ധങ്ങള്. ഈശോ ഈശോ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കർത്താവേ അനുതാപം നൽകണമേ, മാനസാന്തരം നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധമാക്കണമേ. നസ്രത്ത് തിരുകുടുംബം പോലെ കൃപയുടെ കുടുംബങ്ങളാക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. മുട്ടുകുത്തി സാധിക്കുന്നവരെ സാഷ്ടാംഗം പ്രണമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിലെ ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന ലോകത്തിന് വേണ്ടി നമ്മൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വിവാഹേതര ബന്ധങ്ങളിൽ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളും, ഭാര്യ ഭർത്താക്കന്മാരെ, എല്ലാ സഹോദരി സഹോദരങ്ങളൊക്കെ അനുതാപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ കൃപ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് ചേർന്ന കുടുംബജീവിതം നയിക്കുവാൻ, ഈശോയെ വേദനിപ്പിക്കുന്ന, കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, സ്വർഗത്തിന് തേങ്ങലുണ്ടാക്കുന്ന എല്ലാ അഭിഹിത ബന്ധങ്ങളിൽ നിന്നും, എല്ലാ വിവാഹേതര ബന്ധങ്ങളിൽ നിന്നും, എല്ലാ തെറ്റായ ബന്ധങ്ങളിൽ വിട്ടുമാറി കൃപയുടെ ജീവിതം നയിക്കുവാൻ പ്രത്യേകമായിട്ട് ഈ മാപപേക്ഷ പ്രാർത്ഥനയിൽ നമുക്ക് കർത്താവിനോട് ഹൃദയം നുറുക്കി പ്രാർത്ഥിക്കുക. എല്ലാവരും സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ചങ്കുപൊട്ടി വിളിക്കാം. ഈശോയെ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. വിവാഹേതര ബന്ധങ്ങളിൽ അകപ്പെട്ടുപോയ എല്ലാ വ്യക്തികൾക്കും വേണ്ടി കർത്താവേ, ഞാൻ
അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കൃപ കൊടുക്കണമേ, കരുണ ചൊരിയണമേ, അനുതാപം നൽകണമേ, യഥാർത്ഥ മാനസാന്തരത്തിന്റെ കൃപ നൽകണമേ, കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധമാക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. സഹോദരി സഹോദരങ്ങളെ, ദിവികാരുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. തുടർന്നുള്ള ദിനങ്ങളിൽ വലിയ കൃപയുടെ ദിവസങ്ങൾ പരിശുദ്ധാത്മ ഒരുക്കിയിരിക്കുകയാണ്. അമ്മ മാതാവിനോട് ചേർന്ന് സ്വർഗത്തിൻ്റെ നിലവിളിക്ക് മറുപടി നൽകുവാൻ പ്രാർത്ഥനയുടെ പരിത്യാഗത്തിലൂടെ നമുക്ക് തയ്യാറാകാം. അസംഖ്യം ആത്മാക്കളെ, നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരുപാട് ജീവിതങ്ങളെ ഈശോയ്ക്കായി നേടുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് സ്നേഹബഹുമാനപ്പെട്ട പനക്കലച്ഛനെ ഓർത്ത്, അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. നമ്മുടെ വലിയൊരു ആത്മീയ ആചാര്യനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അച്ഛൻ്റെ സാന്നിധ്യവും ശുശ്രൂഷയും ഇത് നമ്മുടെ കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും വലിയ കൃപയായി ഈശോ മാറ്റി. നമുക്ക് അച്ഛനെ ഓർത്ത് ഈശോയ്ക്കൊരു 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള ദിനങ്ങളിലെ എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി എൻ്റെ സഹോദരി സഹോദരങ്ങൾ പ്രാർത്ഥിക്കണം. ശക്തമായ കൃപയുടെ ശുശ്രൂഷ ഈശോ ഒരുക്കിയിരിക്കുകയാണ്. നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. കൂടുതൽ വ്യക്തികളോട് പറഞ്ഞ് ഇനിയും അനേകരെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. നമുക്ക് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, നന്ദി. കർത്താവേ കൃപ ചൊരിയണമേ, ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, മുദ്ര വെക്കണമേ. കർത്താവേ മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളെ മുദ്ര വെക്കണമേ. ഭാര്യ ഭർത്തൃ ബന്ധത്തെ കർത്താവേ തിരു സാന്നിധ്യങ്ങളെ മുദ്ര വെക്കണമേ. ഈശോ ഞങ്ങളെ സമർപ്പിത സമൂഹങ്ങളെ മുദ്ര വെക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളെ കർത്താവേ തിരുവചനത്തിന്റെ അനന്ത ശക്തിയാൽ മുദ്ര വെക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം, ഈശോയെ മഹത്വം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinahprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ
വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.